ഹായ് ഫ്രണ്ട്സ്, മൈ ഡ്രീം ഫുഡ് സ്റ്റോറിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചീമച്ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്താലോ? എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തന്നെ ചീമച്ചക്കയെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനെ നമുക്ക് തോലൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെയായിരുന്നു മുറിച്ചെടുത്തിട്ടുള്ളത്. കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഉണ്ടല്ലോ, നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. ഞാനിതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ ചീമച്ചക്ക ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് വാർത്ത് കളഞ്ഞ് നമുക്കൊന്ന് അതിനൊന്ന് തോർത്തിയെടുക്കാം. ഉണ്ടല്ലോ, നമ്മുടെ ചീമച്ചക്ക നല്ല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അടുത്ത മെയിൻ സാധനമായ നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിതിന് ആ വെള്ളമെല്ലാം വാർത്തെടുത്തത്. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ വറ്റി വരാൻ വേണ്ടി നമുക്കൊന്ന് അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ കടുക് വറുക്കാനാണ് പോകുന്നത്. അതിലേക്ക് നമ്മളിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ആ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിലേക്ക് നന്നായി മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കടുക് താളിച്ച് നമുക്കതിനെ മാറ്റി വയ്ക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്നത് കറക്റ്റ് പരുവത്തിന് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലെല്ലാം വറ്റി നല്ലൊരു പരുവത്തിന് നമുക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നമുക്കൊന്ന് അതിനെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാക്കൊത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയ ചീമച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണാൻ മറക്കല്ലേ. ഇനി ചീമച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ആരും മറക്കല്ലേ. ഒരു അടിപൊളി ഐറ്റമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ഓക്കേ.